ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിച്ചു. അപ്പോൾ ഇന്ന് നമ്മുടെ വേലയുടെ തുടക്കം കുറിക്കലാണ്. കണ്ണിയാറാണ് കേട്ടോ. അപ്പോൾ ഈ ഓലക്കെട്ടൊക്കെ ആയിട്ട് എങ്ങോട്ടാണെന്നല്ലേ? ഓലക്കെട്ടല്ല, അത് പന്താണ് കേട്ടോ. നമ്മുടെ കണ്ണിയാറ് ദിവസം മുതൽ വേലയുടെ തലേ ദിവസം വരെ പന്തം വീശൽ ഒരു ചടങ്ങുണ്ട് കേട്ടോ. അതെന്താണ് ഇതിൻ്റെ ബാക്കിലുള്ള ഐതിഹ്യം എന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ പന്തം വീശാനൊക്കെ ആയിട്ട് കുട്ടികൾ ത്രില്ലിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ കൂറയിടൽ, കമ്പം നാട്ട് എന്നൊക്കെ പറയും കേട്ടോ. അതാണിന്ന്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഏത് വീട്ടിലും പോയി അന്ത്യം തങ്ങാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു ഐതിഹ്യം കൂടെ ഇതിന് ബാക്കിലുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ പന്തം വീശുന്നുണ്ട്. അപ്പോൾ അവരെന്താണ് പറയുന്നതെന്ന് കേൾക്കാം. പന്തവും പന്തവും വീശി പന്തവും ആരുടെ വേലവരവാണി, പുതുക്കുളത്തിയുടെ വേലവരവാണി, അങ്ങനെ പറഞ്ഞിട്ടാണ് പന്തം വീശാട്ടോ. അപ്പോൾ നമ്മുടെ പുതുക്കുളത്തി അമ്മനെ എഴുന്നള്ളിച്ചിട്ട് നമ്മുടെ വേലക്കണ്ടത്തുകൊണ്ട് ഇരുത്തലാണ്. അപ്പോൾ വേല കഴിഞ്ഞിട്ടേ അവിടെ നിന്ന് തിരിച്ച് അമ്പലത്തിലേക്ക് പോവുള്ളൂ എന്നൊക്കെയാണ് ഇതിൻ്റെ ബാക്കിലുള്ള ഐതിഹ്യം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം എൻ്റെ മോൾക്കും പന്തം വീശണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് അവളുടെ ആഗ്രഹത്തിന് ചെയ്തു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഇന്ന് മഴയായതുകൊണ്ട് തന്നെ കണ്ണിയാറ് വരാനായിട്ട് നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മനെ എഴുന്നള്ളിച്ചത് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ വേലക്കണ്ടത്ത് പോയി കുടിയിരുത്തിയിട്ട് അവർക്ക് 2 ദിവസം കാവലിരുത്തും. പുതിയങ്കം ദേശത്ത് 2 ദിവസം കണ്ണിയാറും കാട്ടുശ്ശേരിയിൽ 1 ദിവസമാണ് കേട്ടോ. അങ്ങനെ നമുക്ക് വേലയൊക്കെ ഭംഗിയായി കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.